ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വെയർ ഹൗസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ റിമെമ്പർ, സപ്ലൈ ചെയിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ഡോക്യുമെൻസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ കൺസൈൻമെൻറ്റിൽ കയറി. പിന്നെ ലോജിസ്റ്റിക്സിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. നൗ വി ആർ ഗോയിങ് ഫോർ വെയർ ഹൗസിങ് അല്ലേ. അപ്പോൾ എന്താണ് വെയർ ഹൗസിങ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? വെയർ ഹൗസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണം, വെയർ ഹൗസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറിങ് ദ മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. ഇപ്പോൾ സപ്ലൈ ചെയിൻ വഴി ഓർഡർ പോയ ഒരു മെറ്റീരിയൽ നമ്മുടെ ഹോം കൺട്രി പോർട്ടിലെത്തി അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് വെയർ ഹൗസിൽ കൊടുക്കും അല്ലേ. അതാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ചെയിൻ്റെ ജോലി കഴിഞ്ഞു, ലോജിസ്റ്റിക്സിൻ്റെ ജോലി കഴിഞ്ഞു, നൗ വെയർ ഹൗസിംഗ്. വെയർ ഹൗസിൽ കൊണ്ടുവരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ പഠിച്ചു. 4 ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ടെമ്പറേച്ചർഡ് പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്ന് ഫ്രോസൺ, അല്ലെങ്കിൽ ചിൽഡ്, നോർമൽ ആംബിയൻറ്റ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ. അപ്പോൾ ഏത് മെറ്റീരിയൽ ആണ് നമ്മുടെ കമ്പനി കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് സെക്യൂർഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർഡ് പ്രൊഡക്റ്റാണ്, ഫ്രോസൺ ഓർ ചിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ അതാത് ഡെസിഗ്നേറ്റ് ഏരിയയിൽ അതിൽ കോംപ്ലിക്കേഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ ആംബിയൻറ്റ് പ്രൊഡക്റ്റും ഫ്രോസനും ചിൽഡ് കൂടി ഉണ്ടെങ്കിലോ അപ്പോൾ ആ വരുന്ന പ്രൊഡക്റ്റ് അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ റൂമിൽ നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റോർ ദ മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻസ്, അതാണ് വെയർ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ദിസ് വെയർ ഹൗസ് വേർഡ് ഡിറൈവ്ഡ് അല്ലേ. പണ്ട് ഇംഗ്ലണ്ടിലാണ് ഇത് യൂസ് ചെയ്തിരുന്നത് ആദ്യമായിട്ട്. വെയർ, WARE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്സ് എന്നർത്ഥം. പിന്നീട് അത് കാലക്രമേണ തിങ്സ് ടു ബി കീപ്പ് ഇൻ എ ഹൗസ് എന്നുള്ള രീതിയിൽ വെയർ ഹൗസ് എന്നുള്ള പേര് അതിന് കിട്ടി. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വൈ ഡു വി നീഡ് വെയർ ഹൗസ് അല്ലേ. ഈ നമുക്ക് എന്തിനാണ് ഒരു വെയർ ഹൗസ്? കറക്റ്റ് അല്ലേ. മെറ്റീരിയൽ വരുന്നു, സപ്ലയേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വെയർ ഹൗസിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്, നമുക്ക് ഒരു വെയർ ഹൗസ് ആവശ്യമുണ്ട്. കാരണം വരണ മെറ്റീരിയൽ ഒരു 1000 കാർട്ടൺ ആണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ഒരു 500 കാർട്ടൺ ആണെങ്കിൽ ബാക്കി 500 നമ്മൾ എന്ത് ചെയ്യും? സോ വി നീഡ് ടു ഹാവ് എ വെയർ ഹൗസ് ടു കീപ്പ് ഫോർ ഫർദർ ആൻഡ് ഫ്യൂച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ വി നീഡ് എ വെയർ ഹൗസ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നതാണ് ഹൗ മെനി ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് വി ഡു ഹാവ്. എത്ര ടൈപ്പ് വെയർ ഹൗസസ് നമുക്ക് കിട്ടുന്നത്? അപ്പം കോമൺലി അതൊരു 5 ടൈപ്പാണ്. ഒന്ന് എന്ന് പറയുന്നത് കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസസ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വെയർ ഹൗസസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബോണ്ടഡ് വെയർ ഹൗസസ്. പിന്നെ റെൻറ്റഡ് വെയർ ഹൗസസ്, അതല്ലെങ്കിൽ കമ്പനി ഓൺഡ് വെയർ ഹൗസസ്. അപ്പോൾ ഈ 5നെ കുറിച്ച് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പം കോമൺലി ഒരു 5 ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് ആണ് നമുക്കുള്ളത്. ഓൾറൈറ്റ്, അടുത്ത ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസസ്. അത് പേര് പോലെ തന്നെ നിങ്ങൾക്കറിയാം, കോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ ചിൽഡ് ഫ്രോസൺ ഐറ്റംസസ് മാത്രം സൂക്ഷിക്കണ വെയർ ഹൗസസ് ആണത്. ആക്ച്വലി നമ്മൾ കൺസൈനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വെയർ ഹൗസസ് നമുക്ക് അതിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി ഓണ്ടായാലും മതി. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കോൾഡ് വെയർ ഹൗസസ്. അടുത്തത് വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂഷൻ വെയർ ഹൗസസ്, അതായത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വെയർ ഹൗസസ്, അതിനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ വെയർ ഹൗസസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ബോണ്ടഡ് വെയർ ഹൗസ്. ഇത് മാത്രമാണ് കുറച്ച് വെയർ ഹൗസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഈ ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പോർട്ട് നമ്മുടെ കമ്പനിയും തമ്മിൽ ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കാൻ അതിലുപരി ഡെമറേജ് ചാർജസ് എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. അതായത് നമ്മൾ ഒരു കണ്ടെയ്നർ, ഒരു കൺസൈൻമെൻറ്റ് ഹോം കൺട്രി പോർട്ടിൽ വന്ന് നമുക്കൊരു ടൈമിംഗ് ഉണ്ട്, 24 hours അല്ലെങ്കിൽ 48 hours നമ്മൾ ആ കണ്ടെയ്നർ നമ്മൾ റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ പോർട്ടിൻ്റെ വെയർ ഹൗസ് നമ്മളെ പിടിച്ച് ചാർജ് ചെയ്യും. അതിനെയാണ് ഡെമറേജ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി വലിയ ലോജിസ്റ്റിക്സ് കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ പോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു വെയർ ഹൗസ് നമ്മൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ബിൽട്ടപ്പ് ചെയ്യും, അല്ലെങ്കിൽ റെൻറ്റിന് എടുക്കുമോ.
അതിൽ കൊണ്ടിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് ആ കണ്ടെയ്നർ അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുവന്നിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ബോണ്ടഡ് വെയർ ഹൗസ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് റെൻറ്റഡ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെൻറ്റഡ് വെയർ ഹൗസസ് രണ്ട് രീതിയിലാണ് സാധാരണ ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഉപയോഗിക്കുക. ഒന്ന്, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട്സ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും ഒരു ബിൽറ്റപ്പ് ആക്കില്ല, ഒരു വെയർ ഹൗസ് നമ്മൾ പണിയില്ല, കാരണം ഇറ്റ്സ് എ കോസ്റ്റ് ബേസ്ഡ്. അപ്പോൾ നമ്മൾ റെൻറ്റിനെടുക്കും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് പീക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ കൂടി വരുമ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റിനെടുക്കും. ഒരു 1 ഇയറിൻ്റെ 2 ഇയറിൻ്റെ ലീസ് വെച്ചിട്ട് നമ്മൾ റെൻറ്റിനെടുക്കും. അതിനെ പറയുന്ന പേരാണ് റെൻറ്റഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യമാണ് വാട്ട് ഈസ് കമ്പനി ഓൺഡ് വെയർ ഹൗസസ്. അത് പേര് പോലെ തന്നെ നമ്മുടെ കമ്പനി ബിൽട്ടപ്പ് ചെയ്യണ ഒരു വെയർ ഹൗസ്, അതിനെയാണ് കമ്പനി ഓൺഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം. ബാക്കി 4 എണ്ണം ഓക്കെ, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻസ്. ബട്ട് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, ഞാനൊരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലോജിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോജിസ്റ്റിക്സ് സ്റ്റുഡൻസ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് +2 സ്റ്റുഡൻസ് ആയാലും ശരി, അല്ലെങ്കിൽ BA ഡിഗ്രി, BSc ഡിഗ്രി, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ. അതിന് ഇത്ര വലിയൊരു എക്സ്പീരിയൻസോ ഇത്ര വലിയ പഠിപ്പൊന്നും ലോജിസ്റ്റിക്സ് കമ്പനിയിൽ കയറി പറ്റാനായിട്ട് വേണ്ട. 10ാം ക്ലാസ്സും ഗുസ്തി മതി നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി +2 ഗുസ്തി മതി, അല്ലെങ്കിൽ ഡിഗ്രി മതി. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ പ്രാക്ടിക്കൽ ലോജിസ്റ്റിക്സിൻ്റെ ആ വേസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി ടു ഹാവ് എ ലോജിസ്റ്റിക്സ് ജോബ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയണു, നിങ്ങൾ ഹൈ പ്രൊഫൈൽഡ് കമ്പനിയിൽ ഒരു 300-400 സ്റ്റാഫ് റേഞ്ച് ഉള്ള ഒരു കമ്പനിയിൽ യു ജോയിൻ ആസ് എ ലേബർ ഹെൽപ്പറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യും. പിന്നീട് നിങ്ങളുടെ വളർച്ച അവിടെ നിന്നായിരിക്കുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സാധിക്കുമെങ്കിൽ, നിങ്ങൾ വെരി സൂൺ ഒരു 7 ഇയേഴ്സിനുള്ളിൽ ഒരു 2.5-3 ലക്ഷം ശമ്പളത്തിൽ, മാസ ശമ്പളത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആൻഡ് ഒരു ജോക്കായിട്ട് പറയും, എ ലോജിസ്റ്റിക്സ് ഹെൽപ്പർ ഈസ് ദ മോസ്റ്റ് ലൈക്ലി പേഴ്സൺ ടു ബിക്കം എ ലോജിസ്റ്റിക്സ് മാനേജർ. ഒരു ലേബറിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ഒരു ലോജിസ്റ്റിക്സ് മാനേജർ ആവുന്നത്. ഒരു 7 അല്ലെങ്കിൽ 10 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്കൊരു ലോജിസ്റ്റിക്സ് മാനേജർ ആവാം. ഇപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഒരു 5 ലക്ഷം 6 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം ഒക്കെ ആയിരിക്കും ഒരു ലോജിസ്റ്റിക്സ് മാനേജർക്ക് ഇന്ത്യൻസിന് കൊടുക്കുന്ന ഒരു ശമ്പള റേഞ്ച് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ ലൈക്ക് മന്ത്ലി സാലറി 500,000 എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണ ഒരു വഴി, നിങ്ങൾ ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ ലോജിസ്റ്റിക്സ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരായിക്കോട്ടെ, യു കിക്ക് യുവർ കരിയർ ആസ് എ ഹെൽപ്പർ. ആ ഹെൽപ്പറിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ റൂട്ട് ജേണി, ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ വെയർ ഹൗസിലെ റൂട്ട് ജേണി എന്ന് പറയുന്നത് ഒരു ഹെൽപ്പർ. ദെൻ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ ഒരു 3-4 ടൈപ്പ് ഹെൽപ്പർ ഉണ്ട്. ആ ഹെൽപ്പറിൽ എവിടെ ചെല്ലണോ നിങ്ങൾ, ഒരു മാസം മതി നിങ്ങൾക്ക് അവിടെ പ്രൊഫഷണൽ ആവാനായിട്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ, സ്റ്റോർസ് ഇൻചാർജ്, ദെൻ സ്റ്റോർ സൂപ്പർവൈസർ, വെയർ ഹൗസ് സൂപ്പർവൈസർ. ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, വെയർ ഹൗസ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു പ്രൊഫഷണലായി. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കണം, ഡൈവേർട്ട് ടു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വെയർ ഹൗസിങ് ഒരു സൈഡിൽ, ഡിസ്ട്രിബ്യൂഷൻ ഒരു സൈഡിൽ. നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറിനെ കുറിച്ച് പഠിക്കുന്നു, നിങ്ങൾ വെഹിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നു. ഈ ഒരു യാത്ര പോണത് നിങ്ങൾ എവിടേക്കാണ്? ലോജിസ്റ്റിക്സിലേക്കാണ്. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ലോജിസ്റ്റിക്സ്, പിന്നെ ലോജിസ്റ്റിക്സ് മാനേജർ, പിന്നെ ഓപ്പറേഷൻസ് മാനേജർ, അങ്ങനെ നിങ്ങളുടെ റൂട്ട് പോകാം. അപ്പോൾ ഐ ആം ടെല്ലിങ് ദിസ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. ഓക്കെ ഗൈസ്, താങ്ക് യു.